ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് എൻ്റെ വർക്ക് ഏരിയയാണ് കേട്ടോ. വർക്ക് ഏരിയ എന്ന് വെച്ചാൽ നമുക്ക് കിച്ചൺ കഴിഞ്ഞിട്ടൊരു വർക്ക് ഏരിയ ഉണ്ട്, പിന്നെ നമുക്കൊരു സ്റ്റോറുണ്ട്, പിന്നെ എനിക്കൊരു ലോണ്ടറി റൂമുണ്ട്. കാണിച്ചു തരട്ടെ എൻ്റെ വർക്ക് ഏരിയ, വന്നോളൂ. എൻ്റെ കിച്ചൻ്റെ ഭാഗത്ത് നിന്ന് നടന്ന് സ്ട്രെയിറ്റ് പോകുന്നതാണ് എൻ്റെ വെറ്റ് കിച്ചൺ അല്ലെങ്കിൽ വർക്ക് ഏരിയ. ഇവിടെയാണ് ഞാൻ ഫുഡ് പ്രിപ്പറേഷനിലെല്ലാം ചെയ്യുന്ന ഒരു സ്ഥലം. ഇവിടെ ആയിട്ട് എനിക്കൊരു ചെറിയ ബേസനും അത്യാവശ്യം സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള ഒരു ടോപ്പും ഉണ്ട്, കൗണ്ടർ ടോപ്പും ഉണ്ട്. ഇവിടെ കുറച്ച് സാധനങ്ങൾ ഞാൻ ദിവസവും യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇവിടെ വച്ചേക്കാം. അത് കഴിഞ്ഞ് എനിക്കിവിടെ ഒരു ക്രോക്കറി യൂണിറ്റ് ഉണ്ട്. ഇവിടെയാണ് ഞാൻ മിക്കവാറും ദിവസങ്ങൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. എൻ്റെ പ്രഷർ കുക്കർ, മിക്സി, കട്ടർ, പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ ഇവിടെ വച്ചിട്ടുണ്ട്. ഇത് ദിവസവും യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ വച്ചേക്കുന്നത് എൻ്റെ സൗകര്യത്തിന്. ഇതാണ് അപ്പോൾ എൻ്റെ വെറ്റ് കിച്ചൺ ഏരിയ. ഈ ഒരു കോർണറിൽ ഞാൻ എൻ്റെ ചായക്കുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അതായത് ചായപാത്രം, പാൽപാത്രം, ചായ ഉണ്ടാക്കുന്ന കപ്പ് മുതലായവ. കുറച്ച് ടിഷ്യൂ, പിന്നെ 2 സ്റ്റെപ്പിലായിട്ട് പിച്ചാത്തി, കട്ടറുകൾ, നൈഫ് ഷാർപ്നേഴ്സ്, അങ്ങനെയെല്ലാം കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഇവിടെ ഈ ഒരു സൈഡിൽ. ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് കാണാമല്ലോ. ഉപ്പ്, പുളി, കുറുക്കപ്പുളി മുതലായവ. പിന്നെ അങ്ങനെയൊക്കെ ഉള്ള ചെറിയ കപ്സിലൊന്നും വലിയ സാധനങ്ങളൊന്നും കാണത്തില്ല. അത്യാവശ്യത്തിന് ചായപ്പൊടി, സ്റ്റീവിയ, കോഫിപ്പൊടി അങ്ങനെയൊക്കെ ഉണ്ടാവത്തുള്ളൂ. പിന്നെ ഈ ഉള്ളി, ഗാർലിക് അതൊക്കെ കാലിയാണോ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ അതിലൊന്നും. പിന്നെ രാവിലെ കഴുകി വെച്ച പാത്രങ്ങളുണ്ട്. പിന്നെ ഈ സൈഡിൽ ഒരു പോത്തോസുണ്ട്. പിന്നെ 2-3 മെഴുകുതിരി, ടിഷ്യൂ പേപ്പർ, ക്ലിങ് ഫിലിം അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു സൈഡിൽ എന്താ ഉള്ളതെന്ന് കാണിച്ചു തരാം. ഇതെനിക്ക് വളരെ ഉപകാരപ്രദമായി കേട്ടോ. ഈ സ്പോഞ്ച് വയ്ക്കുന്ന, വാഷിംഗ് സ്പോഞ്ച് വയ്ക്കുന്ന, സോപ്പ് ലിക്വിഡ് വയ്ക്കുന്നത്. പിന്നെ ഞാൻ ചുവരിൽ ഇങ്ങനെ, ഇത് സ്റ്റിക്കറാണ് കേട്ടോ, ചുവരിലൊട്ടിച്ചേക്കുന്ന സ്റ്റിക്കർ. ഇത് വളരെ ഉപകാരപ്രദമാണ്. കാര്യം മിക്കവാറും ദിവസം എനിക്കിത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ തൂക്കിയിട്ടേക്കുന്ന ടവല് ഒന്ന് എൻ്റെ ഡൈനിങ് ടേബിൾ തുടയ്ക്കാനും ഒന്ന് എൻ്റെ കൗണ്ടർ ടോപ്പ് തുടയ്ക്കാനും. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ ബേസിനുണ്ട്. ഈ തുണി ഈ ബേസൻ തുടയ്ക്കാനിട്ടേക്കുന്നതാണ്. പിന്നെ ഇവിടെയാണ് എൻ്റെ ഡിഷ് വാഷർ വയ്ക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ബേസിൻ്റെ അടി കേട്ടോ. ഇവിടെയാണ് ഞാൻ വേസ്റ്റ് ബക്കറ്റ് വെച്ചേക്കുന്നത്. പേപ്പർ ഒരെണ്ണത്തിലിടും, ഫുഡ് വേസ്റ്റ് ഒരെണ്ണത്തിലിടും. അതിൻ്റെ ബാക്കിൽ നോക്കിയാൽ അറിയാം, അവിടെ ബിന്ന്, ലൈനേഴ്സ്, പിന്നെ വാഷിംഗ് ലിക്വിഡ്, ഡിഷ് വാഷറിൻ്റെ ലിക്വിഡ് അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ അവിടെ തന്നെ വെച്ചേക്കും കേട്ടോ. എനിക്ക് എടുക്കാനുള്ള എളുപ്പത്തിനാണ്. പിന്നെ ഒരു ചുവന്ന മെഷീൻ ഇരിക്കുന്നത് വേസ്റ്റ് എല്ലാം ഗ്രൈൻഡ് ചെയ്ത് കളയുന്നതാണ്. ഈ ക്രോക്കറി യൂണിറ്റിൽ ഞാൻ അത്യാവശ്യ സാധനങ്ങളെ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾ 2 പേരേ ഉള്ളൂ ഇവിടെ. അപ്പോൾ 2 പേർക്ക് അല്ലെങ്കിൽ 4 പേർക്കുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ വെച്ചേക്കത്തുള്ളൂ. കാര്യം ഒരുപാട് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഈ ക്രോക്കറി യൂണിറ്റിൻ്റെ ഷെൽഫിൽ വെച്ചേക്കുന്ന സാധനങ്ങൾ, ഇലക്ട്രിക് അപ്ലയൻസസ് ഞാൻ ദിവസവും ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ ദിവസവും ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് വെച്ചേക്കുന്നത്. ചട്ടി, ചെറിയ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, പിന്നെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അത് നല്ല പ്ലാസ്റ്റിക്കാണ് കേട്ടോ. ജോസഫിൻ്റെയാണ്. കഴുകാനൊക്കെ യൂസ് ചെയ്യാൻ നല്ല എളുപ്പമാണത്.
പിന്നെ ഫ്രിഡ്ജിലെ കണ്ടെയ്നേഴ്സ്, പിന്നെ സിറാമിക് പോട്ട്സ്, പിന്നെ താഴോട്ട് വരുമ്പോൾ കിച്ചൺ ടവൽസ്, ഏപ്രൻസ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളുണ്ട് ഇതിൻ്റെ അടിയിൽ. ഈ ഒരു പുൾ ഔട്ട് ഡ്രോറിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയും സാധനങ്ങൾ ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട്. താഴോട്ട് കുനിയാൻ പാടാണ്. എൻ്റെ വർക്ക് ഏരിയ കണ്ടല്ലോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.